നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. മൗനം പാലിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വികസനം തീർച്ചയായിട്ടും വേണം, പക്ഷേ കുടിവെള്ളം ഇല്ലാതാക്കിയിട്ട് വികസനം വരേണ്ടതില്ല. വികസനത്തിന് തീർച്ചയായിട്ടും CPI എതിരല്ല. പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ CPM-നോടും സർക്കാരിനോടും ഇടഞ്ഞ് CPI. വികസനത്തിനെതിരല്ല, ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കണം. മദ്യനിർമ്മാണശാല സമൂഹത്തിന് വിപത്തായി മാറുമെന്ന് പാലക്കാട് രൂപത. മഴവെള്ള സംഭരണിയിലെ വെള്ളം മദ്യ ഉൽപാദനത്തിന് മതിയാകുമെന്ന് ന്യായീകരിച്ച് ഒയാസിസ് കമ്പനി. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി നിയന്ത്രണങ്ങൾക്കുള്ള സ്റ്റേ തുടരും. മൃഗസ്നേഹികളുടെ ആവശ്യം തള്ളി സുപ്രീം കോടതി. കേരളത്തിലെ ഉത്സവങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകലിൽ CPM കൂടുതൽ പ്രതിരോധത്തിൽ. കലാരാജു പാർട്ടിക്ക് പരാതി നൽകിയില്ലെന്ന് ജില്ലാ സെക്രട്ടറിയുടെ വാദം പൊളിയുന്നു. സംസ്ഥാന ജില്ലാ സെക്രട്ടറിമാർക്ക് കല നൽകിയ പരാതിയുടെ പകർപ്പ് ജനം TVക്ക്. കേസിൽ മുൻകൂർ ജാമ്യം തേടി എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ച് CPM നേതാക്കൾ. വന്യജീവി ആക്രമണം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച് പ്രതിപക്ഷം. അനുമതി നൽകാതെ സ്പീക്കർ. തർക്കിച്ച് മാത്യു കുഴൽനാടൻ MLA. വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടെന്ന് വനം മന്ത്രി. സംസ്ഥാന കായികമേളയിൽ പ്രതിഷേധിച്ച് സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. നാവാമുകുന്ദ, കോതമംഗലം, മാർബേസിൽ സ്കൂളുകൾക്ക് ആശ്വാസം. അധ്യാപകർക്കെതിരായ നടപടി തുടരും. ഭീകരതയെ അടിച്ചമർത്താൻ ട്രംപ് ഭരണകൂടം യമനിലെ ഹൂതി വിമതരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. ഹൂതികളെ ഭീകരരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ബൈഡന്റെ നിലപാടിനെ തള്ളി US പ്രസിഡന്റ്. മെക്സിക്കൻ അതിർത്തിയിലെ അനധികൃത കുടിയേറ്റത്തിന് തടയിട്ട US. തിരുവനന്തപുരം കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി കൊല്ലം സ്വദേശി ജോൺസൺ. കൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക തർക്കമെന്ന് പോലീസ്. നെയ്യാറിൽ ദമ്പതികൾ ആത്മഹത്യ ചെയ്ത നിലയിൽ. അന്വേഷണം ആരംഭിച്ചു പോലീസ്. മലപ്പുറം മൂർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുവെടിവെക്കും. വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഉടനെത്തും. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ കണ്ടെത്താനായില്ല. നോക്കാം വിശദമായി. പാലക്കാട് എളപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി വിഷയത്തിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വികസന വിരുദ്ധരല്ല CPI എന്നും കുടിവെള്ളം മറന്നുകൊണ്ടുള്ള വികസനം വേണ്ട എന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. 2 ദിവസം മുൻപ് ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് സമ്മതിച്ചിരുന്നു. CPIയെ കബളിപ്പിച്ചു എന്ന ചർച്ചകൾക്കിടയിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. പാലക്കാട് എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയത് CPIയെ കബളിപ്പിച്ചുകൊണ്ടെന്ന ചർച്ചകൾക്കിടയിലാണ് എക്സൈസ് മന്ത്രി MP രാജേഷ് 2 ദിവസം മുൻപ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തിയത്. തുടർന്നാണ് ബ്രൂവറി വിഷയത്തിലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഞങ്ങൾ വികസന വിരുദ്ധരല്ല, വികസനം വേണം. എന്നാൽ ഏത് വികസനവും കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകാൻ പാടില്ല. കുടിവെള്ളം ഉറപ്പാക്കിയിട്ട് വികസനം വരാവൂ. ഏത് വികസനമായാലും മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണ് കുടിവെള്ളം. കുടിവെള്ളം മറന്നുകൊണ്ടുള്ള വികസനം വേണ്ടെന്ന് CPI പറയുമ്പോഴും മറ്റു വികസനങ്ങൾ വേണമെന്ന നിലപാടാണ് CPIയുടേത്. മൗനം പാലിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വികസനം തീർച്ചയായിട്ടും വേണം, പക്ഷേ കുടിവെള്ളം ഇല്ലാതാക്കിയിട്ട് വികസനം വരേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എവിടെ ചർച്ച ചെയ്താലും നിലപാടായിരിക്കും. വികസനത്തിന് തീർച്ചയായിട്ടും CPI എതിരല്ല. അതേസമയം ബ്രൂവറിയുമായി മുന്നോട്ട് പോകണമെന്ന കടുത്ത നിലപാടാണ് CPMനുള്ളത്. ബ്രൂവറി വിഷയത്തിൽ സർക്കാരിന് വേണ്ടി പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടെന്നും ആരോപണങ്ങൾ പരദൂഷണം എന്ന നിലയിൽ പാടി പ്രചരിക്കുന്നുണ്ടെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഒരു പരദൂഷണം എന്ന നിലയിൽ പാടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനം അതിന്റെ ഗതി എന്താണ് എന്നതിന്റെ വേറൊരു തെളിവല്ലേ ഇത്? കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ക്യാബിനറ്റ് അംഗീകരിച്ച കാര്യം അത്. പിന്നെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. അല്ല, ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇത് തുടങ്ങാം. ബ്രൂവറിയിൽ അങ്ങും ഇങ്ങും തൊടാതെയുള്ള CPIയുടെ നിലപാട് പറച്ചിൽ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. ജനം, തിരുവനന്തപുരം.
മദ്യക്കമ്പനി വന്നതുകൊണ്ട് ജലക്ഷാമമോ മലിനീകരണമോ ഉണ്ടാകുമെന്ന ആശങ്ക ജനങ്ങൾക്ക് വേണ്ട എന്ന് ഒയാസിസ് കമ്പനി അധികൃതർ. 5 ഏക്കറിൽ നിർമ്മിക്കുന്ന മഴവെള്ള സംഭരണിയിലെ വെള്ളം മദ്യ ഉൽപ്പാദനത്തിന് മതിയാകും. കൂടുതൽ ആവശ്യമെങ്കിൽ മാത്രമേ ജല അതോറിറ്റിയെ സമീപിക്കുകയുള്ളൂ എന്നും കമ്പനി അധികൃതർ പറയുന്നു. അതേസമയം മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെതിരെ വിമർശനവുമായി പാലക്കാട് രൂപത രംഗത്തെത്തി. കൂത്താട്ടുകുളം സംഘർഷത്തിൽ CPM കൂടുതൽ പ്രതിരോധത്തിൽ. കലാരാജു പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. നഗരസഭാ ഭരണത്തിലെ അതൃപ്തിയും ഏരിയ കമ്മിറ്റി നേതൃത്വത്തിനെതിരെയുള്ള പരാതിയും തുറന്നുകാട്ടിയാണ് കലാരാജു ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിരിക്കുന്നത്. ജനം എക്സ്ക്ലൂസീവ്. നഗരസഭയിലെ വിമത കൗൺസിലർ കലാരാജു ഉയർത്തിയ ആരോപണങ്ങൾ CPMന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. പാർട്ടി പരിശോധിക്കേണ്ട പരാതിയൊന്നും കലാരാജു നൽകിയിട്ടില്ല എന്ന് ജില്ലാ സെക്രട്ടറി ആവർത്തിക്കുന്നുണ്ടെങ്കിലും നഗരസഭാ ഭരണത്തിലുള്ള അതൃപ്തിയും പാർട്ടി ഏരിയ നേതൃത്വത്തിനെതിരെയുള്ള വിമർശനവും ചൂണ്ടിക്കാട്ടി 2024 കലാരാജു പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിരുന്നു. പരാതിയിൽ സംഘർഷത്തിന് നേതൃത്വം നൽകിയ ഏരിയ സെക്രട്ടറിക്കും ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കുമെതിരെ കത്തിൽ പറയുന്നുമുണ്ട്. സംഘർഷത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തതും CPM പ്രവർത്തകരെയാണെന്നതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ്. സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജില്ലാ നേതൃത്വം. കലാരാജു ഉയർത്തിയ ആരോപണങ്ങളും പറഞ്ഞ പരാതികളെയും ഒക്കെ തന്നെ പ്രതിരോധിക്കാൻ എറണാകുളത്തെ പാർട്ടി നന്നായി വേർക്കുകയാണ്. കലാരാജു ഉയർത്തുന്ന ആരോപണങ്ങൾ കൂത്താട്ടുകുളത്തെ ഏരിയ നേതൃത്വത്തിനും കൂത്താട്ടുകുളത്തെ നഗരസഭയ്ക്കും എതിരെയാണ്. ഭരണത്തിലെ അതൃപ്തിയടക്കം കലാരാജു തുറന്നെഴുതുകയാണ് കത്തിൽ. കൊച്ചിയിൽ നിന്നും അഖിൽ പാലോട്ടുമഠം, ജനം. കൂത്താട്ടുകുളത്ത് വനിതാ കൗൺസിലർ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മുൻകൂർ ജാമ്യം തേടി CPM നേതാക്കൾ. 1 മുതൽ 5 വരെ പ്രതികളാണ് മുൻകൂർ ജാമ്യം തേടിയത്. എറണാകുളം സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. കായികമേളയുടെ അവസാന ദിവസം പ്രതിഷേധിച്ചതിനെ തുടർന്ന് വിലക്കിയ തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർ ബേസിൽ സ്കൂളുകളുടെ വിലക്ക് നീങ്ങുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപകർക്കെതിരായ നടപടി പുനഃപരിശോധിക്കാനാണ് കമ്മിറ്റിയെന്നും മന്ത്രി വ്യക്തമാക്കി. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, എന്താണ് മന്ത്രി വ്യക്തമാക്കിയത്? നിയമസഭാ സമ്മേളനത്തിലെ സബ്മിഷനിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ നാവാമുകുന്ദ സ്കൂളിന്റെയും ഒപ്പം എറണാകുളം ജില്ലയിലെ കോതമംഗലം മാർബേസ് സ്കൂളിന്റെയും അധികാരികൾ എറണാകുളത്ത് വെച്ച് 2024 നവംബർ 8 മുതൽ 11 വരെ നടത്തിയ ഒളിമ്പിക് മാതൃകയിലുള്ള സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ ചില പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. അത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അതിൽ കത്ത് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇവർക്കെതിരായിട്ടുള്ള നടപടികൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ നടപടികൾ വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത്. അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതും ഒപ്പം ദേശീയ മത്സരങ്ങളടക്കം പങ്കെടുക്കേണ്ട കായിക വിദ്യാർത്ഥികൾക്ക് ഇത് ദോഷകരമായി ബാധിക്കുമെന്നും സർക്കാർ വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപടി ഒഴിവാക്കാനുള്ള ശ്രമത്തിലേക്ക് കടന്നിട്ടുള്ളത്. സ്പീക്കർ ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ്, കായിക മന്ത്രി അടക്കമുള്ളവരുടെ ഇടപെടലും ഇതിന് വഴിവെച്ചിട്ടുണ്ട് എന്നും മന്ത്രി സബ്മിഷന് മറുപടിയായി പറയുകയും ചെയ്തിട്ടുണ്ട്. 2025-26 നടക്കുന്ന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് കൽപ്പിച്ചുകൊണ്ട് 25 ജനുവരി 2 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കിയത്. ഈ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഒരാഴ്ചയ്ക്കകം ഇറങ്ങുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. അന്വേഷണ കമ്മീഷൻ സൂചിപ്പിച്ചിട്ടുള്ള ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അധ്യാപകർ അവർക്കുണ്ടായ വീഴ്ചയെ സംബന്ധിച്ചിടത്തോളം രേഖാമൂലം ഒരപേക്ഷയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലും നാവാമുകുന്ദ സ്കൂളിന്റെയും മാർബേസിൽ സ്കൂളിന്റെയും അപേക്ഷയുടെ അടിസ്ഥാനത്തിലുമാണ് അധ്യാപകരുടെ വീഴ്ച പരിശോധിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുന്നുണ്ട്. അതായത് ഈ അധ്യാപകർക്കെതിരായിട്ടുള്ള നടപടി റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുകയാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി ശാലിനി.
ചൊക്രമുടിയിൽ വീണ്ടും അനധികൃത നിർമ്മാണത്തിന് ശ്രമം. വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിച്ചു. നീലക്കുറിഞ്ഞികൾ ഉൾപ്പെടെ നശിപ്പിച്ചു. കയ്യേറ്റം നടത്തിയെന്നാരോപിക്കപ്പെടുന്ന സിബിയുടെ തൊഴിലാളികളാണ് സ്ഥലത്ത് കയറിയത്. വിവാദ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയവരും എത്തിയിരുന്നു. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സുബിൻ, ഈ കാടുകളാകെ വെട്ടിത്തെളിച്ചിട്ടും അവിടെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥർ ഇതുവരെ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രത്തോളം സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലത്ത് വീണ്ടും ഒരു കയ്യേറ്റം നടക്കുമ്പോൾ അത് നാട്ടുകാർ അറിയിച്ചിട്ട് പോലും ഈ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് നിലവിൽ ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതിക്രമിച്ച് കയറിയവരെ അവിടുന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നടപടി വരേണ്ടത് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ്. ആ റവന്യൂ വകുപ്പ് അവിടെ പരിശോധന നടത്തി ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ രണ്ടാമത് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തേണ്ടെന്നിരിക്കെ ഈ ജീവനക്കാർ എത്താത്തതാണ് ഏറ്റവും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ കയ്യേറ്റം നടത്തിയ അടിമാലി സ്വദേശി സിബിയും ഈ സ്ഥലം വാങ്ങിയ ഏതാനും ആളുകളും തൊഴിലാളികളും ഈ ഒരു കയ്യേറ്റ ഭൂമിയിൽ വീണ്ടും അതിക്രമിച്ചു കയറുകയും ഈ തെളിച്ചിട്ടിരുന്ന സ്ഥലങ്ങൾ ഈ കാട് കയറിയ സ്ഥലങ്ങൾ വീണ്ടും തെളിക്കുകയും ചെയ്തത്. ഈ സമയത്താണ് അപൂർവ ഇനം സസ്യങ്ങളും അതുപോലെ തന്നെ നീലക്കുറിഞ്ഞുകളും എല്ലാം വീണ്ടും നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഈ ഒരു കയ്യേറ്റം നടക്കുമ്പോൾ നമ്മൾ ആ സ്ഥലം സന്ദർശിച്ച അതിന്റെ ദൃശ്യങ്ങളും അവിടുന്നുള്ള വാർത്തകളും എല്ലാം തന്നെ പുറത്തുവിട്ടതാണ്. ആ സമയത്ത് ആ ഭൂമി ഒന്നാകെ തച്ചുടച്ച ആ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും അവിടേക്ക് ആ ഒരു പച്ചപ്പ് വരികയും വീണ്ടും ആ ഒരു പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് ആ ചൊക്രമുടി മലനിരകൾ വീണ്ടും എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് വീണ്ടും ഇപ്പോൾ ഈ ഒരു കയ്യേറ്റം നടക്കുകയും ഇത്തരത്തിൽ ഈ ഒരു ഭൂമി ഒന്നാകെ വീണ്ടും വെട്ടിത്തെളിച്ച് കാട് വെട്ടിത്തെളിച്ച് വീണ്ടും കയ്യേറ്റം നടത്താനുള്ള ശ്രമം നടക്കുകയും ചെയ്തത്. എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുക്കുന്നുണ്ട്. നാട്ടുകാരാണ് ഈ വിവരം ആദ്യം തന്നെ അറിയിച്ചത്. ഇത്തരത്തിൽ ഈ കൂടുതൽ ജീവനക്കാർ തൊഴിലാളികൾ എത്തി ഇത്തരത്തിൽ ഈ കയ്യേറ്റ ഭൂമിയുടെ പല പ്രദേശങ്ങൾ വീണ്ടും വെട്ടിത്തെളിക്കുന്നത് നടക്കുമുള്ള കാര്യങ്ങൾ നാട്ടുകാരാണ് ആദ്യം അറിഞ്ഞത്. അതേ തുടർന്നാണ് ഇവർ പോലീസിനെയും മറ്റ് വിവിധ വകുപ്പുകളെയും വിവരം അറിയിച്ചത്. വനംവകുപ്പ് ഉൾപ്പെടെയുള്ളവർ വിവരം അറിയിച്ചിരുന്നു. അതിനുശേഷം ആദ്യം എത്തിയത് പോലീസാണ്. പോലീസ് എത്തിയ ശേഷം നിലവിൽ ഇപ്പോൾ ഈ ഒരു കയ്യേറ്റം നടത്തിയ ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ എന്ത് എന്നുള്ളതാണ് ഏവരും നോക്കുന്നത്. അതിന് റവന്യൂ വകുപ്പിന്റെ കൃത്യമായ പരിശോധനയും ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായുണ്ട്. ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശരി സുബിൻ. ബംഗളൂരു മേദനഹള്ളി ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ നടന്ന ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാർ. കോളേജിൽ നടന്ന ദുരൂഹ മരണങ്ങളെക്കുറിച്ചും അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായ പുനരന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ കർണാടക പോലീസിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ജനം ഫോളോ അപ്പ്. ബംഗളൂരു മേദനഹള്ളി കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥിനിയായിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കണ്ണൂർ സ്വദേശിനി അതുല്യ ഗംഗാധരന്റെ മാതാപിതാക്കളാണ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. കർണാടക പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയും കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടിയന്തരമായി പുനരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ നടക്കുന്ന അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഹമ്മദ് ആരിഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ധന്വന്തരി നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 5 ദുരൂഹ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവരിൽ പലർക്കും മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ കൈമാറാൻ പോലും കോളേജ് അധികൃതരും പോലീസും തയ്യാറായിട്ടില്ല. ലവ് ജിഹാദ് കൊലപാതകമെന്ന് സംശയിക്കാവുന്ന ഒരു കേസിൽ പോലും ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്താൻ പോലീസ് തയ്യാറായിരുന്നില്ല. കോളേജിൽ ആന്റി റാഗിംഗ് സ്ക്വാഡ് എന്ന പേരിൽ കൂട്ടായ്മ ആരംഭിക്കുകയും അതിലൂടെ പുതിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നതായും പരാതി ഉയർന്നിരുന്നു. നിബന്ധനകൾക്ക് വിരുദ്ധമായി നഴ്സിംഗ് വിദ്യാർത്ഥിനികളെ പരിശീലനത്തിനായി ഒവൈസിയുടെ ഹൈദരാബാദിലുള്ള സ്ഥാപനത്തിലേക്ക് അയക്കുന്നതായും കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെയാണ് ധന്വന്തരി കോളേജിൽ ഒരേ കെട്ടിടത്തിൽ വിവിധ പേരുകളിൽ 7ഓളം നഴ്സിംഗ് കോളേജുകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശമനുസരിച്ച് പുനരന്വേഷണം നടത്താൻ കർണാടക പോലീസ് തയ്യാറായില്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടാനാണ് മരണപ്പെട്ട വിദ്യാർത്ഥിനികളുടെ ബന്ധുക്കളുടെ തീരുമാനം. ജനം, കൊച്ചി. മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതി ജഡ്ജി പിന്മാറി. ജസ്റ്റിസ് CS ഡയസാണ് പിന്മാറിയത്. ഹർജി മറ്റൊരു ബെഞ്ച് നാളെ പരിഗണിക്കും. വഖഫ് സംരക്ഷണ വേദിയാണ് ഹർജിക്കാർ. ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നാണ് വാദം. അധികാര പരിധി മറികടന്ന് സംസ്ഥാന സർക്കാർ നൽകിയ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും നിയമന ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. വഖഫ് ഭേദഗതി ബില്ലിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി കേരള കോൺഗ്രസ്.
വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ പിന്തുണയ്ക്കുമെന്ന കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് എംപിയുടെ പ്രഖ്യാപനം ചർച്ചയാവുകയാണ്. മുൻപം സമരപ്പന്തലിലെത്തിയപ്പോഴായിരുന്നു UDF പൊതുനിലപാടിന് വിരുദ്ധമായ പ്രഖ്യാപനം. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് മുനമ്പം സമരപ്പന്തലിലെത്തിയ ഫ്രാൻസിസ് ജോർജ് എംപി പ്രഖ്യാപിച്ചത്. തന്റെയും പാർട്ടിയുടെയും നിലപാട് ഇതാണെന്നാണ് ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കിയത്. വഖഫിന്റേത് ഏകപക്ഷീയമായ അവകാശവാദമാണ്. സ്വാഭാവിക നീതിയാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടതെന്നും കേരള കോൺഗ്രസ് എംപി തന്നെ പറയുമ്പോൾ കോൺഗ്രസും UDFിലെ മറ്റു കക്ഷികളും വ്യക്തതയുള്ള ഒരു നിലപാട് ഇതുവരെ പ്രഖ്യാപിക്കുന്നില്ല. 75 വർഷമായി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനെയുള്ള നിയമം പാടില്ല. അത് മാറ്റണമെന്ന് തന്നെയാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. അതിനകത്ത് ഒരു മാറ്റവും വരില്ല. എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വ്യക്തമായ സുവ്യക്തമായിട്ടുള്ള നിലപാട് അതാണ്. ആ നിലപാട് ഞങ്ങൾ പാർലമെന്റിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുന്നത് വ്യക്തമാക്കി. ഓരോ ജനപ്രതിനിധിയും എന്ത് നിലപാട് എടുക്കുന്നുവെന്നറിയാൻ ബില്ല് ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം തങ്ങളും ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയാണെന്ന് മുനമ്പം സമരസമിതി നേതാവ് സിജി ജെൻസൺ ഇതേ വേദിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അടുത്ത പാർലമെന്റിൽ TV ഓണാക്കി വെച്ച് ഭാഷ അറിയില്ലെങ്കിലും ഞങ്ങൾ നോക്കിയിരിക്കും നിങ്ങളുടെ നിലപാടുകൾ അറിയാനായിട്ട്. സാറ് പറഞ്ഞത് അവിടെ സാർ പ്രാവർത്തികമാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുനമ്പം വിഷയത്തിൽ നടന്ന രാപ്പകൽ സമരത്തിലായിരുന്നു എംപിയുടെ പ്രഖ്യാപനം. ആക്സ് ഭാരവാഹികളായ ജോർജ് സെബാസ്റ്റ്യൻ, കുരുവിള മാത്യൂസ് എന്നിവരും വേദിയിലുണ്ടായിരുന്നു. നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് കേരള കോൺഗ്രസ് എം ഉറച്ച നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു കേരള കോൺഗ്രസ് എം നിലപാട്. എന്നാൽ സമരപ്പന്തലിൽ എത്തിയപ്പോഴും വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ജോസ് കെ മാണി എംപി തയ്യാറല്ലായിരുന്നു. മുനമ്പം വിഷയത്തിൽ കേരള കോൺഗ്രസുകൾ വ്യത്യസ്ത നിലപാടിലേക്ക് നീങ്ങുന്നത് ഇടതു വലതു മുന്നണികൾക്ക് ഒരുപോലെ തിരിച്ചടിയാണ്. ജനം, കൊച്ചി. തൃപ്പൂണിത്തുറയിൽ ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ച് പുസ്തകം വിൽപ്പന നടത്തിയെന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. മധ്യപ്രദേശ് സ്വദേശി ദിനേശ് കർ, ഉത്തർപ്രദേശ് സ്വദേശി ബുലായി രാം വർമ്മ, ബീഹാർ സ്വദേശി ശങ്കർ കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്ര ഈശ ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് പ്രതികളെ പിടികൂടിയത്. മതസൗഹാർദ്ദം തകർക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളെടുത്താണ് കേസ്. തൃപ്പൂണിത്തുറ സ്വദേശി ദിലീപ് ജി മേനോന്റെ പരാതിയിലായിരുന്നു കേസ്. മെക്സിക്കൻ അതിർത്തിയിൽ സേനാ വിന്യാസത്തിന് ഉത്തരവിട്ട ട്രംപ് അഭയാർത്ഥികൾ അമേരിക്കയിൽ എത്തുന്നത് തടഞ്ഞുള്ള ഉത്തരവും ട്രംപ് പുറപ്പെടുവിച്ചു. അമേരിക്കയുടെ പ്രവേശനാനുമതി ലഭിച്ച അഭയാർത്ഥികളെയും വിലക്കിയിട്ടുണ്ട്. UN പദ്ധതിയുടെ ഭാഗമായി അമേരിക്കയിൽ വൻതോതിൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായതായും ട്രംപ് പറയുന്നു. മെക്സിക്കൻ അതിർത്തിയിൽ 1500-ലേറെ സേനാംഗങ്ങളെ വിന്യസിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ട്രംപ്. അതിർത്തി പൂർണ്ണമായും അടയ്ക്കാനും മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും ട്രംപ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും പൂർണ്ണമായി തടയുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. അനധികൃതമായി കുടിയേറിയവർക്കുള്ള നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ്. പിന്നാലെയാണ് അഭയാർത്ഥികൾ അമേരിക്കയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. യാത്രാനുമതി ലഭിച്ച അഭയാർത്ഥികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ പദ്ധതിയുടെ ഭാഗമായി എത്തിയ അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അമേരിക്ക എന്നും ട്രംപ് പറയുന്നു. അമേരിക്കയ്ക്ക് താങ്ങാനാവുന്നതിൽ ഏറെയാണ് അഭയാർത്ഥികളുടെ പ്രവാഹം. ഇവർക്ക് വേണ്ടി ചെലവഴിക്കാൻ അമേരിക്കയുടെ കൈവശം പണമില്ലെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികൾ നേരത്തെയും പ്രസിഡന്റ് സ്വീകരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. അമേരിക്കയിൽ ഭാരതീയരായ അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. H-1B വിസകൾക്ക് കാലതാമസം നേരിടുന്നത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ശക്തമായ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിലാണ് S ജയശങ്കർ നിലപാടറിയിച്ചത്. ഭാരതത്തിന് അനധികൃത കുടിയേറ്റം സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. തത്വാധിഷ്ഠിതമായ ആ നിലപാട് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതുപോലെ അമേരിക്കയ്ക്കും ബാധകമാണ്. അനധികൃത കുടിയേറ്റക്കാരിൽ ഭാരതീയർ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. We are also very firmly opposed to illegal mobility and illegal migration, because you also know that when something illegal happens, many other illegal activities get joined onto it, and it's not, this is not desirable. It's certainly not reputationally good. We have, with every country, and the US is no exception, we have always taken the view that if there are any of our citizens who are not here legally, if we are sure that they are our citizens, we have always been open to their legitimate return to India. അതേസമയം H-1B വിസ ഉൾപ്പെടെ ലഭിക്കുന്നതിന് കാലതാമസം നേരിടുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. Yes, we had a discussion on a range of issues, and one of the issues which came up was actually mobility of people.
Now, we have a position on mobility which is a principal position that applies to all countries. As a government, we obviously are very much supportive of legal mobility because we do believe in a global workplace. We want Indian talent and Indian skills to have the maximum opportunity at a global level. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഇക്കഴിഞ്ഞ ദിവസം എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചതായും എസ് ജയശങ്കർ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ക്വാഡ് സമ്മേളനത്തിനായി ഈ വർഷം ഇന്ത്യ ആതിഥ്യമരുളുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ക്വാഡ് ഒരു സംയുക്ത അന്താരാഷ്ട്ര ഇടപെടലാണ്. സമഗ്രമായ ചർച്ചകളിലൂടെ കൃത്യമായ നിഗമനങ്ങളിൽ ക്വാഡ് സഖ്യം എത്തുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു. Quad is a collaborative activity, and therefore it's important to continuously refresh it, to keep doing more and more, to keep adding substance. And I think we ended on the note that this year India would be hosting the Quad Leaders Summit. So between now and the summit, what are the new ideas, the fresh activities that we could contemplate? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫോണിൽ സംസാരിച്ചു. ഇസ്രായേലിനുള്ള പിന്തുണ തുടരുമെന്ന് മാർക്കോ റൂബിയോ നെതന്യാഹുവിനെ അറിയിച്ചു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരായ യുദ്ധം വിജയിച്ച ഇസ്രായേലിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചതായും മാർക്കോ റൂബിയോയുടെ ഓഫീസ് അറിയിച്ചു. ലോസ് ആഞ്ചൽസിൽ വീണ്ടും കാട്ടുതീ പടരുന്നു. 19,000-ഓളം പേരെ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയാണ്. 8,000 ഏക്കർ പ്രദേശത്ത് തീ പടർന്നതായാണ് വിവരം. ഇടവേള. UGC മാർഗനിർദ്ദേശം കരട് മാത്രമാണെന്നും അതിന് അന്തിമ രൂപമായിട്ടില്ലെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിയമസഭ പാസാക്കിയ പ്രമേയത്തെ അങ്ങനെയാണ് കാണുന്നതെന്നും ഗവർണർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. കടുത്ത പൊട്ടിത്തെറിക്കിടെ KPCC പുനഃസംഘടനയിൽ അടുത്തയാഴ്ച തീരുമാനമുണ്ടാകും. നേതൃമാറ്റം വേണമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് നേതാക്കൾ ആവശ്യപ്പെട്ടു. എല്ലാ നേതാക്കന്മാർക്കും ഒരുപോലെ സമീപിക്കാൻ കഴിയുന്ന നേതാവല്ല VD സതീശൻ എന്ന വിമർശനത്തിന് പിന്നാലെയാണ് നേതൃമാറ്റം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നത്. KPCC രാഷ്ട്രകാര്യ സമിതിയിലെ വാക്പോരും നേതാക്കൾ VD സതീശനെ വളഞ്ഞിട്ടാക്രമിച്ചതിന് പിന്നാലെയാണ് പുനഃസംഘടനയിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നത്. കടുത്ത വിമർശനങ്ങൾക്കും വിഭാഗീയതയ്ക്കുമിടയിൽ KPCC പുനഃസംഘടനാ തീരുമാനം അടുത്ത ആഴ്ച ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. നേതൃമാറ്റം വേണമെന്ന് ദീപാദാസ് മുൻഷിയോട് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സതീശൻ ആരെന്ന് AP അനിൽകുമാർ ചോദിച്ചതോടെ നേതാക്കൾ തമ്മിൽ തർക്കമായി. നേതാക്കൾ ഐക്യത്തിൽ നിന്നില്ലെങ്കിൽ ചുമതല ഒഴിയുമെന്ന് ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. AP അനിൽകുമാറും ശൂരനാട് രാജശേഖരനും KC വേണുഗോപാൽ പക്ഷമാണ്. കൊടിക്കുന്നിൽ സുരേഷ് ഒരു പക്ഷത്തിലുമില്ല. എന്നാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ സതീശനെ വളഞ്ഞിട്ടാക്രമിക്കാൻ ലഭിച്ച അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പിടിവലിയിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. നിലവിൽ KPCCയിൽ അടിയന്തരമായി നേതൃമാറ്റം വേണമെന്ന ആവശ്യമാണ് പരിഗണനയിലെടുക്കുന്നത്. ഇതിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനമുണ്ടാകും. ജനം, തിരുവനന്തപുരം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട MLA IC ബാലകൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്തു. കൽപ്പറ്റ പുത്തൂർ AR ക്യാമ്പിലാണ് ചോദ്യം ചെയ്യൽ. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. ബത്തേരി DYSPയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് K സുധാകരനെയും വരും ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തേക്കും. അതേസമയം അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് MLA IC ബാലകൃഷ്ണൻ പറഞ്ഞു.
കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചു. കുറച്ച് തൽക്കാലം ജാമ്യം അനുവദിച്ചു. എൻ്റെ വിജയത്തിൻ്റെ മകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യം ആരോപണം വന്ന എൻ്റെ പേരിലാണ്. ഞാനത് വളരെ വ്യക്തമായി ഏത് അന്വേഷണത്തിനും നേരിടാമെന്ന് തീരുമാനമെടുത്ത് ഏറ്റവും ആദ്യം ഞാനാണ് SP-ക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഞാൻ ഹാജരാണ്. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും അന്ന് നേരത്തെ ആത്മഹത്യ പറയുന്ന കത്ത് മാത്രമല്ല ചില ഡയറി കുറിപ്പുകൾ കിട്ടിയിരുന്നു. ഞാൻ അന്നില്ലല്ലോ സ്ഥലത്ത്. എൻ്റെ വക്കീൽ ഹാജരായിട്ടുണ്ട്. മാത്രമല്ല കൂടാതെ ഇന്ന് പോലീസിൻ്റെ മൊഴിയെടുപ്പ് നടക്കാനുള്ളത് ഉണ്ട്. അപ്പോൾ അതിൽ അവർ പറയുമായിരിക്കും. അതിനുശേഷം വിശദമായി കാര്യങ്ങൾ. ആരോഗ്യമേഖലയിലെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വരുത്തിയത് ഗുരുതര കാലതാമസമെന്ന് CAG. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഗുണഭോക്താക്കൾക്ക് ഇൻഷുറൻസ് തുക നൽകിയില്ല. മറ്റു പദ്ധതികളുടെ സേവനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിലും കാലതാമസമുണ്ടായി. ആരോഗ്യമേഖലയിലെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഗുരുതര കാലതാമസമുണ്ടായതായാണ് CAGയുടെ കണ്ടെത്തൽ. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഇൻഷുറൻസ് തുക ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കിയില്ല. ജനനി സുരക്ഷാ യോജന, ജനനി ശിശു സുരക്ഷാ പദ്ധതി എന്നിവയിൽ കൂടുതൽ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തിയില്ലെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ദരിദ്രർക്ക് ആരോഗ്യ പരീക്ഷാ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചു. കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതികൾക്കും കൃത്യമായി ഫണ്ട് അനുവദിക്കുമ്പോഴാണ് സർക്കാരിന്റെ അനാസ്ഥ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആശ്രയമായ കാരുണ്യ പദ്ധതിയും സർക്കാർ അനാസ്ഥ കാരണം ഇല്ലാതാകുന്നുവെന്നാണ് ഉയർന്ന വിമർശനം. പദ്ധതികൾ നടപ്പാക്കാനായി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് സംസ്ഥാനം വകമറ്റ് ചിലവഴിക്കുന്നുവെന്ന ആക്ഷേപം പല ഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു. ഇത് ശരിവയ്ക്കുന്നതാണ് CAGയുടെ കണ്ടെത്തൽ. ജനം, തിരുവനന്തപുരം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ 2 വർഷം മുൻപ് പണി പൂർത്തിയാക്കിയ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം അവതാളത്തിൽ. പ്ലാന്റിലേക്ക് ലിക്വിഡ് എത്തിക്കാൻ റോഡില്ലാത്തതിനാൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. റോഡ് നിർമ്മാണത്തിനുള്ള ടെൻഡർ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 വർഷം മുമ്പാണ് ഓക്സിജൻ പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 10,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്ക് പുതിയ ബ്ലോക്കിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ചു. പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇവിടേക്കുള്ള റോഡിന്റെ അവസ്ഥയെപ്പറ്റി അധികൃതർ ചിന്തിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ടാങ്കിൽ നിറയ്ക്കേണ്ട ലിക്വിഡ് എത്തിക്കാൻ സാധിക്കില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ലിക്വിഡുമായി ലോറി എത്തിയിരുന്നുവെങ്കിലും പ്ലാന്റിലേക്ക് കയറാൻ കഴിയാതെ വന്നതോടെ തിരിച്ചു മടങ്ങി. അടിയന്തരമായിട്ട് ഫണ്ട് ഇട്ടുകൊണ്ട് ചെയ്താണ് ഈ ഓക്സിജൻ പ്ലാന്റ്. പക്ഷേ ഓക്സിജൻ പ്ലാന്റ് അങ്ങ് പണിതു. പക്ഷേ യാതൊരുവിധ ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് ഇത് പണിത്. കാരണം പ്ലാന്റ് പണിതു, പക്ഷെ ഇങ്ങോട്ട് കയറി ഈ ലിക്വിഡുമായിട്ട് വരാനുള്ള വഴി പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. ഇത് കാട് കയറി കിടക്കുന്നു. കെടുകാര്യസ്ഥത. കാരണം ഇതൊന്നും ആർക്കും താല്പര്യമില്ല. ഇവിടെയുള്ള ജനപ്രതിനിധികൾക്കോ മന്ത്രിക്കോ ഒന്നും യാതൊരുവിധ താല്പര്യമില്ല. ഇതിന്റെ ആവശ്യകത എന്താണെന്ന് പോലും ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു വളരെ പരിതാപകരമായ കാര്യം. റോഡുകളുടെ നിർമ്മാണത്തിന് 16 കോടി രൂപ അനുവദിച്ച ടെൻഡർ നടപടികൾ പൂർത്തിയായെന്ന് അധികൃതർ പറയുന്നു. കോഴിക്കോട് കേന്ദ്രമായ കമ്പനിയാണ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അടിയന്തരമായി പ്ലാന്റിൽ ലിക്വിഡ് നിറച്ച് ഓക്സിജൻ ഉൽപാദനം തുടങ്ങിയില്ലെങ്കിൽ ലഭിച്ച അംഗീകാരം നഷ്ടമാകുമെന്നറിയിച്ച ഇവർ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ കുറവും ICU ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയും മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളെ വലയ്ക്കുന്നുണ്ട്. ജനം, ഇടുക്കി. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഇഴയുന്നു. 1.5 മാസമായിട്ടും പ്രതികളെ ചോദ്യം ചെയ്യാൻ സാധിക്കാതെ ക്രൈംബ്രാഞ്ച്. 1-ാം പ്രതിയും MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബും മറ്റ് 2 അധ്യാപകരും ഒളിവിലാണ്. മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷുഹൈബ്. പൊതുവിദ്യാഭ്യാസത്തിന്റെ വിശ്വാസ്യതയെ തകർക്കുന്നതാണ് അടിക്കടി ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ചാ സംഭവം. ഇപ്പോൾ ആരോപണ വിധേയരായ MS സൊല്യൂഷനെതിരെ കഴിഞ്ഞ ഓണപരീക്ഷാക്കാലത്തും സമാന പരാതി ഉയർന്നിരുന്നെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല. സംഭവം തുടർക്കഥയായതോടെ അതീവ ഗൗരവത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തെ കാണുന്നതെന്ന് വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടില്ല. ഷുഹൈബിനെയോ MS സൊല്യൂഷൻസിലെ അധ്യാപകരെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് ഷുഹൈബും അധ്യാപകരായ ഫഹദ്, ജിഷ്ണു എന്നിവരും ഒളിവിൽ പോയത്. മൂവരോടും മൊഴിയെടുക്കലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പലതവണ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയെങ്കിലും എത്തിയിരുന്നില്ല. മാത്രമല്ല ഒളിവിൽ കഴിയവേ ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി തള്ളി. ഇതോടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷുഹൈബ്. ഈ മാസം 28 വരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുമുണ്ട്. 28-ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കും. കേസിന്റെ ഭാഗമായി ഷുഹൈബിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും MS സൊല്യൂഷൻസിൽ പരിശോധന നടത്തുകയും ചെയ്തതിനപ്പുറം അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല.
ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇടത് അധ്യാപക സംഘടനാ നേതാക്കൾക്കുൾപ്പെടെ പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് അന്വേഷണം ഇഴയുന്നത്. ജനം, കോഴിക്കോട്. ഇപ്പോൾ മുനമ്പം കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. ഇനി എഴുതി എന്തെങ്കിലും ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ ഫയൽ ചെയ്യാനായിട്ട്, അത് കഴിഞ്ഞൊന്നും ഞാൻ സ്വീകരിക്കുന്നതല്ല. പിന്നെ കമ്മീഷൻ റിപ്പോർട്ട് എഴുതുന്നതിൽ മാത്രം വ്യാപൃതമായിരിക്കും. അല്ല, ഇതുവരെയുള്ള വിലയിരുത്തൽ എന്താണെന്ന് ചോദിച്ചാൽ, കമ്മീഷൻ ഗവൺമെൻറ് പറഞ്ഞ പോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുനിന്ന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് വസ്തുവിൻ്റെ സ്ഥിതിയെക്കുറിച്ച്. അപ്പോൾ വസ്തു മാസീവായിട്ട് സോയിൽ സീറോഷൻ ഉണ്ടായി. ബാക്കിയുള്ള വസ്തു ഫറൂഖ് കോളേജ് വിറ്റത് ശരിയാണോ, ഇനി ഫറൂഖ് കോളേജ് വിറ്റ് തെറ്റായി അല്ലെങ്കിൽ വഖഫ് ആധാരത്തിനെതിരായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡ് ഫറൂഖ് കോളേജ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഫറൂഖ് കോളേജാണോ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്, ഗവൺമെൻറ്റിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ, ഇതിനെക്കുറിച്ചുള്ള കമ്മീഷൻ്റെ അഭിപ്രായം കമ്മീഷൻ ഗവൺമെൻറ്റിനോട് പറയും. തീരുമാനമെല്ലാം എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. കമ്മീഷന് അഡ്ജുഡിക്കേറ്ററി പവറൊന്നുമില്ല. കമ്മീഷന് അഭിപ്രായങ്ങൾ പറയാം, വഖഫിനെ കുറിച്ച് അഭിപ്രായം പറയാം, വാദഗതികൾ ഓരോരുത്തരും പറഞ്ഞതിനെക്കുറിച്ച് കമ്മീഷൻ ഏത് രീതിയിൽ മനസ്സിലാക്കുന്നു, അല്ല കമ്മീഷൻ എന്താണ് ശരിയെന്ന് തോന്നുന്നു, അതിനെക്കുറിച്ച് കമ്മീഷൻ പറയാൻ സാധിക്കും. കമ്മീഷന് ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ്. നിയമം അനുസരിച്ചാണ് എല്ലാവരും വാദിക്കേണ്ടത്. നിയമമാണ് പറഞ്ഞത്. ഇവിടെ വഖഫ് ആക്റ്റാണ് ഇതിൻ്റെ എല്ലാ ആധാരം. അതുകൊണ്ട് അതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, ഇപ്പം നിയമം ലാൻഡിൻ്റെ നിയമം മാത്രമേ സർക്കാരിനുള്ളൂ. പിന്നെ എഡ്യൂക്കേഷൻ, അതായത് ചാരിറ്റി ഒരു കൺകറൻറ്റ് ലിസ്റ്റാണ്. ബാക്കിയുള്ള എല്ലാം പ്രധാന സബ്ജക്റ്റ് എല്ലാം വഖഫും പിന്നെ കാലഹരണ നിയമം, ലിമിറ്റേഷൻ ആക്ട്, ഇതൊക്കെ കേന്ദ്ര നിയമമാണ്. അപ്പം നിയമനിർമ്മാണത്തിൽ കൂടെ പരിഹാരം കാണുന്ന കേന്ദ്ര ഗവൺമെൻറ് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. ഏതായാലും അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കി വെച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ കമ്മീഷനാണ് ഞാൻ. കേരള ഗവൺമെൻറ് എന്ത് ചെയ്യാൻ ഒക്കും, സർക്കാരിൻ്റെ പരിധി എവിടം വരെയാണ്, പരിമിതികൾ എന്തെല്ലാണെന്ന് നോക്കി സർക്കാരിന് എൻ്റെ നിർദ്ദേശങ്ങൾ ഞാൻ കൊടുക്കും. സർക്കാരിനാണ് പരിഗണിക്കേണ്ടത്. രേഖകളെല്ലാം അതെല്ലാം പരിശോധിക്കുകയാണ്. അടുത്ത മാസം പരിശോധിച്ച് വേണം റിപ്പോർട്ട് കൊടുക്കാൻ. അല്ല, എന്ത് ഡിജിറ്റൽ സർവേ, ഒരു സർക്കാരിൻ്റെ അടുത്ത് സർവേ റിപ്പോർട്ടൊക്കെ ഉണ്ട്. ഡിജിറ്റൽ സർവേ അവർക്ക് അടുത്ത മാസത്തിന് മുമ്പ് ചെയ്ത് തരാനൊക്കെ ഒന്നും എനിക്കറിയില്ല. എനിഹൗ ഞാൻ ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നിലവിലെ റെക്കോർഡും നിലവിലെ സർക്കാരിൻ്റെ റിപ്പോർട്ടും ഒക്കെ അനുസരിച്ച് റിപ്പോർട്ട് എഴുതിയുണ്ടാകും. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. യുവതിയുടെ സുഹൃത്തും കൊല്ലം സ്വദേശിയുമായ ജോൺസണാണ് കൃത്യം നടത്തിയതെന്ന് പോലീസിന് തെളിവ് ലഭിച്ചു. 1 വർഷക്കാലമായി ആതിരയുമായി അടുപ്പത്തിലായിരുന്നു ജോൺസൺ. 1 ലക്ഷത്തോളം രൂപ യുവതി ജോൺസണ് നൽകിയിരുന്നു. ഒപ്പം ജീവിക്കാൻ ആതിര വിസമ്മതിച്ചതോടെയായിരുന്നു കൊലപാതകം. കൊലപാതകത്തിന് 3 ദിവസം മുമ്പ് ജോൺസൺ ആതിരയുടെ പക്കൽ നിന്നും 2500 രൂപ കടം വാങ്ങിയിരുന്നു. ഒരാഴ്ച മുന്നേ തന്നെ ജോൺസൺ പെരുമാതുറയിൽ വീട് വാടകയ്ക്കെടുത്തു. ഇവിടെ വെച്ചാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. നേരത്തെ ആതിര ജോൺസണുമായി പല സ്ഥലങ്ങളിലും പോയതായും പോലീസ് വിവരം ലഭിച്ചിട്ടുണ്ട്. കൊലപാതകം നടക്കുന്ന ദിവസം രാവിലെ 9 മണിയോടെ വീട്ടിലെത്തിയ ജോൺസണ് ആതിര ചായ കൊടുത്തു. പിന്നീട് യുവതിയെ എന്തോ നൽകി മയക്കിയതിനു ശേഷം കഴുത്തിൽ കത്തി കൊണ്ട് കുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. അന്നേ ദിവസം രാവിലെ പ്രതി പെരുമാതുറയിലെ വാടക വീട്ടിൽ നിന്നും കത്തിയുമായി പോകുന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 12,000-ഓളം ഫോളോവേഴ്സ് ഉള്ള ആളാണ് പ്രതി ജോൺസൺ. ഇൻസ്റ്റാഗ്രാമിൽ പൊതുഗ്രൂപ്പിന്റെ അഡ്മിനാണ് ആതിരയും ജോൺസണും. ദിവസങ്ങൾക്ക് മുന്നേ ജോൺസൺ ആതിരയുടെ വീട്ടിൽ വന്നിരുന്നു. ഇത് മാതാപിതാക്കൾ കാണുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആതിരയുടെ കൊലപാതകത്തിന് 2 ദിവസം മുന്നേ ജോൺസന്റെ പേരിൽ ഭർത്താവ് രാജീവുമായി വഴക്കുണ്ടായി. ഈ വിവരം പുറത്തറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്ന് ആതിര പറഞ്ഞിരുന്നു. കുഞ്ഞ് സ്കൂളിൽ പോയതിനു ശേഷമാണ് ജോൺസൺ ആതിരയുടെ വീട്ടിലെത്തിയത്. കൊലപാതകത്തിന് ശേഷം ആതിരയുടെ സ്കൂട്ടറുമായി ജോൺസൺ ചിറയങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്നും കടന്നുകളഞ്ഞുവെന്നാണ് പോലീസിന്റെ നിഗമനം. ജനം, തിരുവനന്തപുരം.
ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഋതു ജയനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജനരോഷം കണക്കിലെടുത്ത് അതിരാവിലെയായിരുന്നു തെളിവെടുപ്പ്. കുറ്റപത്രം 1 മാസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. കൊലപാതകം നടന്ന വീട്ടിലും പ്രതിയുടെ വീട്ടിലുമായിരുന്നു തെളിവെടുപ്പ്. 3 വർഷമായി നിലനിന്നിരുന്ന തർക്കം തന്നെയാണ് കൊലപാതക കാരണം. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ ദൃക്സാക്ഷികളായ 2 കുട്ടികളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. തിരുവനന്തപുരം നെയ്യാറിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ ദമ്പതികളുടേത്. മുട്ടട സ്വദേശികളായ സ്നേഹദേവ്, ഭാര്യ ശ്രീകല എന്നിവരാണ് മരിച്ചത്. മകൻ മരിച്ച വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. വനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ. ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചാണ് വനനിയമ ഭേദഗതി പിൻവലിച്ചത്. അരാഷ്ട്രീയ സംഘടനകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. വന്യജീവി ആക്രമണം വർദ്ധിച്ചിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പ്രതിപക്ഷം നിയമസഭയിൽ കുറ്റപ്പെടുത്തി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട 712 കോടി രൂപ ഇതുവരെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. കേന്ദ്ര സർക്കാരുമായി ചേർന്ന പുനരധിവാസം ഉടൻ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി. പുനരധിവാസം സാധ്യമാക്കുമ്പോൾ ദുരന്തബാധിതർക്ക് കൃഷിഭൂമി നൽകാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ വീട്ടിലെത്തി സന്ദർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. VSന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിക്കാനാണ് നേരിട്ടെത്തിയതെന്ന് ഗവർണർ പറഞ്ഞു. പഠനകാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് താൻ ഒരുപാട് കേട്ടിട്ടുണ്ടെന്നും ഗവർണറായി കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കണമെന്നുണ്ടായിരുന്നുവെന്നും ഗവർണർ വ്യക്തമാക്കി. I had come here to inquire about health of veteran leader in public life, Shri Achyutanand. From my college days also I used to hear about him, and he has been an ideal in public life, and I happen to be the governor here, so I thought I must meet him, his family, discuss, and it was very fortunate that we all met in the house. Because of his ill health he could not speak, but still we could exchange our views. Just we met within the eyes only. So, but everything was so fine. I wanted to be always meet AKG, this Achyutanand ji, and then I came here. That's all. I pray for him. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ ഉടൻ നീക്കാനാവില്ല എന്ന് സുപ്രീം കോടതി. കേസിൽ അടിയന്തരമായി വാദം കേൾക്കാനാവില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അതേസമയം മൃഗസ്നേഹികൾ എന്ന വ്യാജേന ശിവരാത്രിക്കുൾപ്പെടെ ഉത്സവങ്ങൾ തടസ്സപ്പെടുത്താനുള്ള നീക്കമാണെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വാദിച്ചു. തിരുവാഭരണ ഘോഷയാത്രാ സംഘം ശബരിമലയിൽ നിന്നും തിരികെ പന്തളത്ത് എത്തിച്ചേർന്നു. രാവിലെ 8 മണിയോടെയാണ് ഘോഷയാത്രാ സംഘം പന്തളത്തെത്തിയത്. പന്തളം കൊട്ടാരം നിർവാഹക സംഘം ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്നും ഏറ്റുവാങ്ങിയ തിരുവാഭരണങ്ങൾ ഇനി ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലാണ് സൂക്ഷിക്കുക. അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണം തിരികെ പന്തളത്ത്. ചടങ്ങുകൾ പൂർത്തിയാക്കി സന്നിധാനത്തു നിന്നും തിരുവാഭരണ പാതയിലൂടെ മടങ്ങിയ ഘോഷയാത്രാ സംഘം ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പന്തളത്ത് എത്തിച്ചേർന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ ആറന്മുള മങ്ങാട്ട് കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന ഘോഷയാത്രാ സംഘം രാത്രി ഇവിടെ വിശ്രമിച്ചു. ഇന്ന് പുലർച്ചെ ആറന്മുളയിൽ നിന്ന് തിരിച്ച് കുറിയാനിപ്പള്ളി, ഉള്ളന്നൂർ, കുളനട വഴിയാണ് പന്തളത്ത് എത്തിയത്. ഘോഷയാത്രാ സംഘത്തിന് പന്തളത്ത് ദേവസ്വം ബോർഡ്, നഗരസഭ, വലിയ കോയിക്കം ക്ഷേത്ര ഉപദേശക സമിതി, വിവിധ ഭക്തജന സംഘടനകൾ സ്വീകരണങ്ങൾ നൽകി.
പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെത്തിയ തിരുവാഭരണ പെട്ടികൾ ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്ന് കൊട്ടാരം നിർവാഹക സംഘം ഏറ്റുവാങ്ങി സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ചു. ഘോഷയാത്ര മടങ്ങും വഴി പേരിനാട് കക്കാട്ടുകോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര പ്രതിഷ്ഠയിൽ ചാർത്തി വിശേഷാൽ ദർശനവും നടന്നു. പേരിനാട് ക്ഷേത്രത്തിൽ തിരുവാഭരണം ചാർത്തി ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അയ്യപ്പസ്വാമിയുടെ പിറന്നാളായ കുംഭത്തിലെ ഉത്രത്തിനും വിഷുവിനുമാണ് ഇനി പന്തളത്ത് തിരുവാഭരണങ്ങൾ ദർശനത്തിനായി തുറക്കുന്നത്. ജനം, പത്തനംതിട്ട. ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ വരുമാനത്തിൽ മാത്രം കണ്ണുവെക്കുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്ര സംരക്ഷണത്തിൽ കണ്ണടയ്ക്കുകയാണ്. കൊല്ലത്ത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള വേണുഗോപാലസ്വാമി ക്ഷേത്രത്തിന്റെ അവസ്ഥ ഇന്ന് പരിതാപകരം. വർഷങ്ങളായി നവീകരണമില്ലാത്തതിനാൽ ഏത് സമയത്തും തകർന്നു വീഴാവുന്ന നിലയിലാണ് കൃഷ്ണപുരിയിലെ ഈ ക്ഷേത്രം. കൃഷ്ണപുരിയിലെ ശ്രീ വേണുഗോപാല സ്വാമി ക്ഷേത്രം. പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ ദർശനത്തിനായെത്തുന്ന ഓരോ ഭക്തനും മനോവിഷമമുണ്ടാക്കുന്നതാണ് ഉള്ളിലെ കാഴ്ചകൾ. ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രം, എന്നാൽ കാഴ്ചയിൽ ഭക്ത മനസ്സുകളെ മുറിവേൽപ്പിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിന്റെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ ഭക്തർക്കാവില്ല. ശ്രീകോവിലിന്റെയും നടപ്പന്തലിന്റെയും ചുമരുകൾ തകർന്നിട്ടുണ്ട്. മേൽക്കൂരകൾ അടർന്നു വീഴുന്നു. താഴികക്കുടമടക്കം തകർന്ന നിലയിലാണ്. ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയ അവസ്ഥയാണ്. കാരണം 1955 പുനരുദ്ധാരണം ചെയ്ത് നിർമ്മിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നാളിതുവരെയായിട്ട് ഒരു അറ്റകുറ്റപ്പണികൾ പോലും നടത്തിയിട്ടില്ല. ക്ഷേത്രത്തിന്റെ നടപ്പന്തലിന്റെ മുകൾ ഭാഗം ഇരിക്കുന്ന കമ്പി ഉൾപ്പെടെ ദ്രവിച്ച് ആ കോൺക്രീറ്റുകൾ മാറി വിണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അനവധി ഭക്തജനങ്ങൾ വന്ന് ക്ഷേത്രത്തിൽ കണ്ടിട്ട് അവർ മാനസികമായ വിഷമമുണ്ട്. പക്ഷേ അവർ പല കാര്യങ്ങളും ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. പല ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിന്റെ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾക്ക് പങ്കാളികളാകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ദേവസ്വം ബോർഡ് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. താല്പര്യത്തോടെ മുന്നോട്ട് വരുന്ന ഭക്തജനങ്ങളെ അകറ്റി നിർത്തുന്ന സമീപനമാണ് ദേവസ്വം ബോർഡിനുള്ളത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിനും ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ഉടൻ ചെയ്യണമെന്നാണ് അറിയിക്കാനുള്ളത്. ദേവസ്വം ബോർഡ് നിശ്ചയിച്ച വഴിപാട് നിരക്കുകൾ ഇവിടെ കാണാം. വരുമാനം മാത്രം മതി. അതിൽ ഭക്തർക്ക് വായനയ്ക്കുള്ള കറണ്ട് ചാർജായി 200 രൂപ പോലും ഈടാക്കുന്നു എന്നതാണ് പ്രധാനം. പൂജ ചെയ്യാനെത്തുന്ന ശാന്തിക്കാർ ശ്രീകോവിലിനുള്ളിലെ കാര്യം പറയുമ്പോൾ ഉപദേശക സമിതി അംഗങ്ങൾക്കും ദുഃഖമുണ്ട്. പൂജാരി നമ്മളടുത്ത് പറയുന്നത് നമുക്ക് കയറാൻ പറ്റില്ല. പൂജാരി പറയുന്നത് അകത്തിരിക്കുന്ന വിഗ്രഹം തന്നെ ആടിയിരിക്കുകയാണ്. കുളിപ്പിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പം ആ വിഗ്രഹം ഇരിക്കുന്നത്. അത് ദേവസ്വം ബോർഡ് കൊണ്ടുവച്ചാണ് അവർക്ക് തോന്നുന്ന പൈസ അവർ പ്രിൻ്റ് ചെയ്താണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഒരു ഭക്തൻ ഒരു വായന നടത്തണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു 200 രൂപ കറണ്ട് ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. സമീപത്തായി മറ്റൊരു ശിവക്ഷേത്രമുണ്ടായിരുന്നതായും അത് തകർക്കപ്പെട്ടതായും ഭക്തർ പറയുന്നു. എന്നാൽ ആ ക്ഷേത്രം ഇന്നില്ല. ഗണപതി പ്രതിഷ്ഠയും നന്ദികേശനുമാണ് ബാക്കിയുള്ളത്. ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കുന്നതിനായി നിയമ പോരാട്ടം നടത്തുകയാണിവർ. കോതേശ്വരം എന്ന് പറഞ്ഞൊരു ശിവക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ സ്ഥലങ്ങൾ പൊതുജനങ്ങൾ സംരക്ഷണയിലൂടെയാണ് നിൽക്കുന്നത്. അത് ഒരു സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു കൊടുക്കുകയും അതിനെതിരെ ഞങ്ങൾ വിജിലൻസിനൊക്കെ പരാതി കൊടുക്കുകയും ഹൈക്കോടതിയിൽ കേസ് ഞങ്ങൾ സ്വകാര്യമായി ചെയ്തിട്ടുള്ളതാണ്. ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി നിരന്തരം ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായില്ല. വേണുഗോപാലസ്വാമിയുടെ സന്നിധിയിൽ നിറകണ്ണുകളോടെ നിൽക്കേണ്ടി വരികയാണ് ഇവിടെയുള്ള ഓരോ ഭക്തനും. ഭക്തരിടുന്ന കാണിക്കയടക്കം ക്ഷേത്രത്തിലെ മുഴുവൻ വരുമാനവും കൈക്കലാക്കുന്നത് ദേവസ്വം ബോർഡ്. എന്നാൽ ക്ഷേത്രത്തിന് വേണ്ട അടിസ്ഥാനപരമായ ഒരു നവീകരണവും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അധികൃതർ ഇങ്ങനെ കണ്ണടച്ച് ഇനിയും മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് വിട്ടുനൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ മാരാമൺ കൺവെൻഷനിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്ന് മാർത്തോമ സഭ സുവിശേഷ പ്രസംഗ സംഘം നേതൃത്വം. കൺവെൻഷനോടനുബന്ധിച്ച യുവവേദിയിൽ ആരൊക്കെ പങ്കെടുക്കുന്നത് എന്നതിനെപ്പറ്റി അന്തിമ പട്ടിക ആയിട്ടില്ല. മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചു എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് വന്ന വാർത്തയെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കണം. അന്തിമ പട്ടിക പുറത്തിറക്കുന്നത് സഭാധ്യക്ഷന്റെ അനുമതിയോടെ എന്നും സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി ഫാദർ എ.ബി.കെ. ജോഷുവ പറഞ്ഞു. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം തുടരുന്നു. ഇന്നും ഇന്നലെയും വിവിധ സംഘങ്ങളായി
തിരിഞ്ഞ് തെരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താനായിട്ടില്ല. അതിനിടെ 20-അംഗ ദൗത്യസംഘം വിപുലീകരിച്ചു, 50-അംഗ സംഘമായി. മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ ജനവാസ കേന്ദ്രത്തിലെ കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. ഇന്ന് പുലർച്ചെയാണ് കൃഷിയിടത്തിലെ കിണറ്റിൽ ആന വീണത്. ആനയെ ഉൾക്കാട്ടിലേക്ക് അയക്കുമെന്ന് ഉറപ്പ് നൽകിയാലേ രക്ഷാപ്രവർത്തനം അനുവദിക്കൂ എന്നാണ് നാട്ടുകാരുടെ നിലപാട്. വനംവകുപ്പിനെതിരെ PV അൻവർ. ജനവാസ മേഖലയിൽ വനംവകുപ്പ് ആനയെ മേയാൻ വിടുന്നു. ആനയെ കൊന്നുകളയണമെന്നാണ് അഭിപ്രായം. കേരളം തുറന്നിട്ട മൃഗശാലയായി കൊണ്ടിരിക്കുന്നു. കൂരങ്കലിൽ ആനയെ തുറന്നുവിടാൻ അനുവദിക്കില്ല. ആനയെ കൊന്നുകളയണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും PV അൻവർ പ്രതികരിച്ചു. വ്യക്തിപരമായ അഭിപ്രായം, ഇങ്ങനെ കിണറ്റിലും ഒക്കെ ചാടുന്ന ആന അവിടുന്ന് മണ്ണ് കൂട്ടി ആ കിണർ മൂടി ആനയെ കൊന്നുകളയണം. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ വെടിവെച്ച് കൊല്ലേണ്ടവനെ വെടിവെച്ച് കൊല്ലണം. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇപ്പം ആനയെ രക്ഷപ്പെടുത്താനാ. ഇന്നലെ ഒന്നായിട്ട് ഫോറസ്റ്റ് ഓഫീസർമാർ ഇടുക്കിയിൽ എവിടെയാണ് ഏതോ ആനക്ക് ചെറിയൊരു മുറിവ് പറ്റിയാണ് ആതിരപ്പള്ളിയിൽ. ആ മുറിവ് ഉണക്കാൻ നടക്കുക, മനസ്സിലായോ? അപ്പൊ അതിനൊരു കുഴപ്പമില്ല. മനുഷ്യരെ ചവിട്ടി കൊന്നാൽ ഇപ്പൊ ഇവിടെ കൊന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? ഒന്നുമില്ല, 5 ലക്ഷം തന്നിട്ട് അവർ പോകും. ഇത് ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കേണ്ട സ്ഥിതിയാണ്. കേരളത്തിലെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസും പ്രവർത്തിക്കാൻ ജനങ്ങൾ അനുവദിക്കരുത്. കോഴിക്കോട് ഷവർമ കടകളിൽ പരിശോധന കർശനമാക്കുമെന്ന് ഹെൽത്ത് ഓഫീസർ മുനവർ റഹ്മാൻ. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. നിയമലംഘനം കണ്ടെത്തുന്ന ഹോട്ടലുകളുടെ ലൈസൻസ് അടക്കം റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഷവർമ അടക്കമുള്ള ആഹാര സാധനങ്ങൾ തയ്യാറാക്കുന്നതിന്റെ തീയതിയും സമയവും കൃത്യമായി പാക്കറ്റുകളിൽ രേഖപ്പെടുത്തണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും കോഴിക്കോട് മിക്ക ഹോട്ടലുകളിലും സമയമോ തീയതിയോ പാക്കറ്റുകളിൽ രേഖപ്പെടുത്തുന്നില്ലെന്ന ജനം TV വാർത്തയ്ക്ക് പിന്നാലെ പരിശോധന കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ആരോഗ്യ വിഭാഗം. പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്ന് ഹെൽത്ത് ഓഫീസർ മുൻവർ റഹ്മാൻ ജനം TVയോട് പറഞ്ഞു. നിയമപരമായിട്ട് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളുടെ മേലെ, പ്രത്യേകിച്ച് ടേക്ക് അവേ ആണെങ്കിൽ, ഇത് പ്രിപ്പയർ ചെയ്ത ടൈമും അതിൻ്റെ എക്സ്പയറി എപ്പോഴാണെന്നുള്ളതും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് അതിന് മേളിൽ പതിപ്പിക്കണം എന്നാണ് നിയമപരമായിട്ടുള്ള നിർദ്ദേശം. ചില കടകളിൽ, പ്രത്യേകിച്ച് ഷവർമ പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ അതിന് മുകളിൽ ഈ ഡീറ്റെയിൽസ് ഒന്നും ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നില്ല. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് ശക്തമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. ഷവർമയുടെ ഗുണനിലവാരം, അതിലുപയോഗിക്കുന്ന ഇറച്ചിയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തും. മറ്റു വകുപ്പുകളുമായിട്ട് ചേർന്നുകൊണ്ട് സംയുക്ത പരിശോധനകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉടൻ ഉണ്ടാവും. കുറ്റക്കാരാണെന്ന് കാണുന്നവർക്കെതിരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന, ക്യാൻസൽ ചെയ്യുന്ന അടക്കമുള്ള നടപടികളുണ്ടാവും. പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയാൽ അത്തരം ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. കാസർകോട് +1 വിദ്യാർത്ഥി ദേവനന്ദ മരിച്ച സംഭവത്തെ തുടർന്ന് മാതാവ് നൽകിയ ഹർജി തീർപ്പാക്കിയ ഉത്തരവിലാണ് കോടതി ഈ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. ജനം, കോഴിക്കോട്. എടുക്കാത്ത വായ്പയ്ക്ക് വന്ന തിരിച്ചടവ് നോട്ടീസിന്റെ പേരിൽ 18 വർഷമായി നിയമ പോരാട്ടം തുടരുകയാണ് തിരുവനന്തപുരത്തെ ഒരു യുവാവ്. കാട്ടാക്കട നാൽപ്പറക്കുഴി സ്വദേശിയായ റജിയാണ് പരാതിക്കാരൻ. ബാങ്ക് ജീവനക്കാർ നടത്തിയ തട്ടിപ്പാണ് തന്നെ കുരുക്കിലാക്കിയതെന്നാണ് റജി പറയുന്നത്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ നാൽപ്പാറക്കുഴിയിൽ ഇലക്ട്രോണിക്സ് കട നടത്തുന്ന റജിയുടെ പോരാട്ടം അല്പം വ്യത്യസ്തമാണ്. എടുക്കാത്തൊരു ലോൺ തിരിച്ചടയ്ക്കണമെന്ന് ബാങ്കുകാർ പറഞ്ഞപ്പോൾ നടപ്പില്ലെന്ന് പറഞ്ഞ് നിയമവഴിയിൽ റജി മുന്നോട്ട് പോയി. ആ പോരാട്ടത്തിന് ഇന്ന് 18 വർഷത്തിന്റെ പഴക്കമുണ്ട്. 2006 ബിസിനസ് ആവശ്യത്തിനായി CPM നിയന്ത്രണത്തിലായിരുന്ന ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ഡെയിലി കളക്ഷൻ എഗ്രിമെന്റിൽ 50,000 രൂപ റജി വായ്പ എടുത്തിരുന്നു. 2007 മലേഷ്യയിൽ ജോലി കിട്ടി പോകുന്നതിന് മുൻപ് ബാക്കിയുണ്ടായിരുന്നത് വെറും 6,000 രൂപയുടെ തിരിച്ചടവ് മാത്രം. മലേഷ്യയിലെത്തി 2 മാസത്തിന് ശേഷം ഇതും അടച്ചു തീർത്തു. പിന്നാലെ താനറിയാതെ തന്റെ പേരിൽ ബാങ്ക് ജീവനക്കാർ വായ്പ എടുത്തെന്നാണ് റജിയുടെ പരാതി. ഈ 6,000 രൂപ അടയ്ക്കാൻ കിടക്കാൻ ഞാൻ മലേഷ്യ പോയിട്ട് 2 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മ മുഖാന്തരം ഈ 6,000 രൂപ ഞാൻ ബാങ്കിൽ അടച്ചു. പക്ഷേ ബാങ്കിൽ അടച്ച് ക്ലോസ് ചെയ്ത പേപ്പറോ കാര്യങ്ങളോ ഒന്നും വാങ്ങാതെ അമ്മ തിരിച്ചു വരികയും ചെറിയൊരു ബുദ്ധിമോശം അവിടെ പറ്റിയത്. അതാണ് ആ ഒരു സാഹചര്യമാണ് അവർ മുതലെടുത്തത്. അങ്ങനെ ഈ ബാങ്കിനെ, ഈ ലോണിനെ വീണ്ടും അവർ റിന്യൂ ചെയ്ത് 2 തവണ 50,000 വെച്ച് 2 തവണ വീണ്ടും അതിനെ പുതുക്കിയെടുക്കുകയും അതിനെ അടച്ച് ക്ലോസ് ചെയ്യും. വീണ്ടും ഒരു മൂന്നാമതൊരു 50,000 എടുക്കുകയും ഈ മൂന്നാമത് എടുത്ത 50,000 രൂപ ഇന്ന് 1,89,000 രൂപ എൻ്റെ പേരിൽ അടയ്ക്കണമെന്ന് പറഞ്ഞ് എനിക്ക് നോട്ടീസ് വന്നിട്ടുണ്ട്. ഈ 3 ലോൺ എടുക്കുന്ന കാലയളവിൽ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ മലേഷ്യയിലാണ് ആ സമയത്ത്.
അന്ന് ഈ ബാങ്ക് CPMൻ്റെ ഭരണസമിതിയുള്ള കാലഘട്ടത്തിലാണ്. ഇതുപോലെ സമാനമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. ഈ നമ്മുടെ പേരേക്കുളം ഭാഗങ്ങളിലൊക്കെ നിരവധി ആൾക്കാർ ഇതുപോലെ സമാനമായിട്ടുള്ള സംഭവത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ലോൺ തുക തിരിച്ചടയ്ക്കാതിരുന്നതിൽ നോട്ടീസ് വന്നപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. പലിശയും പിഴപ്പലിശയും എല്ലാം കൂടെ 1,89,000 രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്കുകാർ പറയുന്നത്. എടുക്കാത്ത ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്നാണ് റജിയുടെ പക്ഷം. ഇതിനിടയിൽ ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കായി. ഭരണസമിതിയിലെ എല്ലാവരും മാറിപ്പോയി. എന്ത് സംഭവിച്ചാലും നിലപാടിൽ മാറ്റമില്ലെന്ന് റജിയും ആവർത്തിക്കുന്നു. ജനം, തിരുവനന്തപുരം. വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തെ സംഗീതം കൊണ്ട് ശോഭനമാക്കുന്ന ഒരു മിടുക്കനെ പരിചയപ്പെടാം ഇനി. ഓട്ടിസം എന്ന അവസ്ഥയെ സംഗീതം കൊണ്ട് തോൽപ്പിക്കുകയാണ് 6ാം ക്ലാസ്സുകാരൻ ഗൗതം. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല വലിയ പുരസ്കാരവും ഈ കൊച്ചുമിടുക്കനെ തേടിയെത്തിയിട്ടുണ്ട്. ഗൗതമിന്റെ വിരലിൽ നിന്ന് വിരിയുന്ന സംഗീതത്തിന് ഇരട്ടി മധുരമാണ്. ഓട്ടിസം എന്ന രോഗത്തെ സംഗീതം കൊണ്ട് തോൽപ്പിച്ച കൊച്ചുമിടുക്കൻ ഗൗതം ശരിക്കും ഒരു അത്ഭുതമാണ്. വാക്കുകൾ കൊണ്ടല്ല ഈ കൊച്ചുമിടുക്കൻ സംസാരിക്കുന്നത്, വിരലിലെ സംഗീതം കൊണ്ടാണ്. അത്രമേൽ മധുരമുണ്ട് അനർഘനിർഘണമായി ഒഴുകുന്ന ഈ സംഗീതത്തിന്. ഒരു പാട്ട് അതൊറ്റത്തവണ മാത്രം കേട്ടാൽ മതി ഗൗതമിന്. പിന്നെ അത് കീബോർഡിലും പിയാനോയിലും വിരിയും. ഇതിൽ കൂടുതലൊന്നും ഗൗതമിന് പറയാനില്ല. വാക്കുകൾ കൊണ്ടല്ല ഗൗതം സംസാരിക്കുന്നത്, സംഗീതം കൊണ്ടാണ്. അതാണ് അവന്റെ ലോകം. ആ ലോകത്ത് മറ്റാർക്കും എത്തിപ്പെടാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഗൗതം എത്തിക്കഴിഞ്ഞു എന്നതിനുള്ള അംഗീകാരം കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം. അവൻ 1 വയസ്സായപ്പോഴാണ് ഇത് തിരിച്ചറിഞ്ഞത്. അവൻ്റെ അച്ഛനും അമ്മയും കൂടിയാണ് മനസ്സിലാക്കിയത്. എന്നിട്ട് അവനവിടെ അന്ന് അവർ USA-ലായിരുന്നു. അവിടെ അവനെ 2 വർഷം പഠിപ്പിച്ചു. പിന്നെ നാട്ടിൽ വന്നതിൻ്റെ ശേഷം 3 മാസം അവനെ പഠിപ്പിച്ചു. കീബോർഡും പിയാനോയും അങ്ങനെ ഗൗതം ഇതെല്ലാം വായിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഗൗതമിന്റെ കയ്യിൽ ഒറ്റ ഉത്തരം: അമ്മയ്ക്ക് വേണ്ടി. ആ ഉത്തരത്തിലെല്ലാം ഉണ്ട്. ഓട്ടിസം എന്ന പ്രതിഭാസം യാതൊരുവിധ പരിമിതികളും സൃഷ്ടിക്കുന്നില്ല എന്നാണ് ഗൗതം സമൂഹത്തിന് നൽകുന്ന സന്ദേശം. ജനം, കോഴിക്കോട്. കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷം സുഗത ഉത്സവം ആറന്മുളയിൽ സമാപിച്ചു. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 1 വർഷം നീണ്ടുനിന്ന നവതി ആഘോഷങ്ങളാണ് സമാപിച്ചത്. പ്രകൃതി സംരക്ഷണ സന്ദേശം പ്രചരിപ്പിച്ച് 1 വർഷം നീണ്ടുനിന്ന പരിപാടികൾ കഴിഞ്ഞ 4 ദിവസമായി ആറന്മുള കേന്ദ്രീകരിച്ച് നടന്ന സമാപന ആഘോഷം പ്രകൃതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ സുഗതകുമാരിയുടെ 91ാം ജന്മവാർഷിക ദിവസമായി ഇന്ന് നവതി ആഘോഷം സുഗതോത്സവത്തിന് സമാപനമായി. ശ്രീ വിജയാനന്ദ വിദ്യാപീഠത്തിൽ നടന്ന സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. പൊതുനന്മയ്ക്കായി കവിതകളിലൂടെ സമൂഹത്തെ ഒന്നിപ്പിച്ച കവയിത്രിയാണ് സുഗതകുമാരിയെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു പൊതുനന്മയ്ക്കായി ആളുകളെ ഒന്നിപ്പിക്കുവാനുള്ള കവിതകളുടെ ശക്തി അവർ തിരിച്ചറിഞ്ഞു. അർപ്പണബോധമുള്ള പരിസ്ഥിതി പ്രവർത്തകയെ, മനുഷ്യാവകാശ പ്രവർത്തക, മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായി ജീവിച്ച സുഗതകുമാരിജിയെ ഞാൻ ആദരിക്കുന്നു. നവതി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കുമ്മനം രാജശേഖരൻ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന സുഗത സൂക്ഷ്മവനം പദ്ധതി സമ്മതപത്രം ഡോക്ടർ ഇന്ദിരാരാജനിൽ നിന്ന് സ്വീകരിച്ചു. മികച്ച പ്രകൃതി സംരക്ഷകനുള്ള സുഗത നവതി പുരസ്കാരം ശ്രീമാൻ നാരായണന് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സമ്മാനിച്ചു. നവതി ആഘോഷ സമിതി അംഗം പന്ന്യൻ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഡോക്ടർ MV പിള്ള പ്രഭാഷണം നടത്തി. സുഗത നവതി ആഘോഷ സമിതി, ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. ജനം, പത്തനംതിട്ട. നേതാജി സ്മരണയിൽ
ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാം ജന്മവാർഷികം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ആയുധം കൊണ്ട് വിറപ്പിച്ച നേതാജിയുടെ ജന്മവാർഷികം പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായാണ് രാജ്യം ആഘോഷിക്കുന്നത്. ആത്മവിശ്വാസത്തിന്റെയും ധീരതയുടെയും പ്രതീകമാണ് നേതാജി എന്നും ഭാരതീയർക്ക്. പോരാട്ട വീര്യത്തിന്റെ ഉദാത്ത മാതൃക. സുഭാഷ് ചന്ദ്രബോസ് സമരം നയിച്ചിരുന്നെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് നേരത്തെ ഇന്ത്യ വിടേണ്ടി വരുമായിരുന്നെന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലിയുടെ വാക്കുകൾ മാത്രം മതി സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സ്വാധീനം മനസ്സിലാക്കാൻ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അങ്ങനെ പറഞ്ഞായിരുന്നു നേതാജി സ്വാതന്ത്ര്യ സമരത്തെ ജ്വലിപ്പിച്ചത്. 1897 ജനുവരി 23 ഒറീസയിലെ ഒരു ബംഗാളി ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം. ഇന്ത്യയെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്ക് പുറത്തുനിന്നും എങ്ങനെ മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് പോരാടാം എന്ന രാജ്യാന്തര യുദ്ധതന്ത്രം ആദ്യമായി പയറ്റി വിജയിച്ച ആളായിരുന്നു അദ്ദേഹം. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് ഹിന്ദിയിൽ പേരിട്ട് വിളിച്ച തദ്ദേശീയ സൈന്യത്തിലേക്ക് സായുധ സ്വാതന്ത്ര്യ സമരത്തിൽ ഉറച്ചു വിശ്വസിച്ച നിരവധി പേർ ചേർന്നു. 1941 അഫ്ഗാനിസ്ഥാൻ റഷ്യ വഴി ജർമ്മനിയിലേക്കെത്തിയ നേതാജി ആസാദ് ഹിന്ദ് റേഡിയോ ആരംഭിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. 1943 ജപ്പാനിലെത്തിയതോടെ ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ പോരാട്ടത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. 40,000 പേരെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി സുഭാഷ് ചന്ദ്രബോസ് ജപ്പാന്റെ സഹായത്താൽ പരിശീലിപ്പിച്ചു തയ്യാറാക്കിയത്. 1944 ജപ്പാൻ പട്ടാളത്തിന്റെ സഹായത്തോടെ ബർമ്മയിലൂടെ കടന്ന് ഭാരതത്തിലെ മണിപ്പൂരിലെത്തിയ നേതാജിയുടെ സൈന്യം ബ്രിട്ടന്റെ യൂണിറ്റിനെ പരാജയപ്പെടുത്തി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അങ്ങനെ മണിപ്പൂരിൽ നേതാജി ഇന്ത്യൻ പതാക ഉയർത്തി. 1945 ഓഗസ്റ്റ് 18 തായ്വാനിലുണ്ടായ വിമാനാപകടമാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തിന് ഇടയാക്കിയത്. നേതാജി മരിച്ചിട്ടില്ലെന്നും വേഷം മാറി ഇന്ത്യയിലെത്തിയെന്നുമുള്ള നിരവധി സൂചനകളും അടുത്ത കാലത്ത് വെളിച്ചത്തു വന്നു. ഉത്തർപ്രദേശിൽ ഗുംനാമി ബാബ എന്ന പേരിൽ ജീവിച്ചത് നേതാജിയാണെന്നാണ് പറയപ്പെടുന്നത്. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് ഗുരുജി അയച്ച കത്തുകളും ബാബയുടെ കൈവശമുണ്ടായിരുന്നു. മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു ഭാരതത്തിന്റെ നേതാജി. സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും വേണ്ടി വെള്ളക്കാരനോട് യാചിക്കാൻ തയ്യാറാകാത്ത മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സ്വാതന്ത്ര്യത്തിന്റെ സ്വാഭിമാനത്തിന്റെ മറുപേര്. അതാണ് സുഭാഷ് ചന്ദ്രബോസ്. ന്യൂസ് ഡെസ്ക് ജനം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്തേ.